പ്രവാസികൾക്ക് വോട്ടവകാശം നിഷേധിക്കുന്നതിനെതിരെ പ്രവാസ ലോകത്ത് നിന്ന് മറ്റൊരു വ്യത്യസ്തമായ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് പ്രചാരണവും പ്രതീകാത്മക വോട്ടെടുപ്പും ഫലപ്രഖ്യാപനവും നടത്തിയാണ് പ്രവാസികൾ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. മലപ്പുറം ജില്ലയിലെ വാഴക്കാട്ടുകാരുടെ ജിദ്ദയിലെ കൂട്ടായ്മയാണ് പ്രതീകാത്മക പ്രതിഷേധം രേഖപ്പെടുത്തിയത്. മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാഴക്കാട്ടുകാരുടെ കൂട്ടായ്മയായ വാഴക്കാട് കൾച്ചറൽ അസോസിയേഷൻ ജിദ്ദയിൽ നടത്തിയ വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് പ്രതീകാത്മക വോട്ടെടുപ്പ് നടത്തിയത്. മലപ്പുറം മണ്ഡലത്തിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട മുഴുവൻ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും പ്രചാരണവും വോട്ടുപിടുത്തവും നടത്തി ശേഷം പ്രതീകാത്മകമായി വാഴക്കാട് ഗവൺമെന്റ് UP സ്കൂളിലെ 386 നമ്പർ ബൂത്തും ഉദ്യോഗസ്ഥരെയും ഒരുക്കി വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പിന് ശേഷം മത്സരഫലം പ്രഖ്യാപിച്ചപ്പോൾ ആകെ പോൾ ചെയ്ത വോട്ടിൽ 35% വോട്ടുകൾ നേടി വാഴക്കാട്ടുകാരനായ SDPI സ്ഥാനാർത്ഥി നാസറുദ്ദീൻ എളമരം ഒന്നാം സ്ഥാനത്തെത്തി. UDFന് 25%, LDFന് 19%, വെൽഫെയർ പാർട്ടിക്ക് 13%, BJPക്ക് 1% എന്നിങ്ങനെയാണ് വോട്ടുകൾ ലഭിച്ചത്. പുതുമുഖക്കാരനായ നോട്ടക്കുമുണ്ടായിരുന്നു വോട്ട്. 5% പേർ നിഷേധ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പിന് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി. നാട്ടിൽ നടക്കുന്ന യഥാർത്ഥ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് പ്രതീകാത്മകമായെങ്കിലും വോട്ട് ചെയ്യാനായല്ലോ എന്ന ആത്മസംതൃപ്തിയിലാണ് ഇവരിപ്പോൾ. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. പരമ്പരാഗത അറബ് സംസ്കാരങ്ങളെ പരിചയപ്പെടുത്തുന്ന ഷാർജയിൽ നടക്കുന്ന പൈതൃകോത്സവം ശ്രദ്ധേയമാകുന്നു. ഷാർജയിലെ പരമ്പരാഗത മ്യൂസിയത്തിലാണ് 12ാമത് ഷാർജ പൈതൃകാഘോഷ പരിപാടികളുടെ വേദി. ഇസ്ലാമിക രാജ്യങ്ങളുടെ സാംസ്കാരിക തലസ്ഥാനമായ ഷാർജയിൽ പൈതൃക ദിനാഘോഷ പരിപാടികൾ ആയിരങ്ങളെയാണ് ആകർഷിക്കുന്നത്. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമി ഉദ്ഘാടനം ചെയ്ത പൈതൃകോത്സവം റോള ബാങ്ക് സ്ട്രീറ്റിനും ഷാർജ കോർണിഷിനും സമീപത്തുള്ള അൽഹിസ്ന കോട്ടയോട് ചേർന്ന പരമ്പരാഗത മ്യൂസിയത്തിലാണ് നടക്കുന്നത്. ഷാർജയുടെ ചരിത്രങ്ങൾക്ക് സാക്ഷിയായ കെട്ടിടങ്ങളും സ്മാരകങ്ങളും സാംസ്കാരിക ചിഹ്നങ്ങളും പരിചയപ്പെടുത്തുവാനാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. പൊതുസമൂഹത്തിന് രാജ്യത്തിന്റെ പൈതൃകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് കരുതുന്നു. പരമ്പരാഗത ഗ്രാമത്തിന് പുറമെ ഉപനഗരങ്ങളായ കൽബ, കോർഫുക്കാൻ, ദിബ്ബ, അൽഹിസ്ന, ദെയ്ദ്, മദാം, മലീഹ, ഹംറിയ തുടങ്ങിയ മേഖലകളിലും പൈതൃക ദിനാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. ഏപ്രിൽ 25-ന് സമാപിക്കുന്ന പൈതൃകോത്സവത്തിന്റെ ആഘോഷ കേന്ദ്രങ്ങളിൽ വൈകുന്നേരം 4 മുതലാണ് പ്രദർശനം ആരംഭിക്കുക. അർദ്ധരാത്രി വരെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. സാംസ്കാരിക പൈതൃക സംബന്ധിയായ സെമിനാറുകൾക്കും ചർച്ചകൾക്കും ആഘോഷ ദിനങ്ങളിൽ വേദിയൊരുക്കിയിട്ടുണ്ട്. ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പരമ്പരാഗത കലാപ്രകടനങ്ങളും പൈതൃക ദിനാഘോഷ പരിപാടികളെ ശ്രദ്ധേയമാക്കുന്നു. മീഡിയ 1, ഷാർജ. 40ഓളം രാജ്യങ്ങളുടെ പ്രാതിനിധ്യത്തോടെ ദുബൈയിൽ നടന്നുവരുന്ന ഗ്ലോബൽ വില്ലേജിന് വെള്ളിയാഴ്ച സമാപനമാവും. ഒക്ടോബറിൽ ആരംഭിച്ച ഗ്ലോബൽ വില്ലേജിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് പേരാണ് സന്ദർശകരായി എത്തിയത്. 40ഓളം രാജ്യങ്ങളുടെ പ്രാതിനിധ്യത്തോടെ ഒക്ടോബറിൽ ആരംഭിച്ച ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഇതുവരെ ലക്ഷക്കണക്കിന് പേരാണ് സന്ദർശകരായി എത്തിയത്. ഫെബ്രുവരിയിൽ അവസാനിക്കേണ്ടിയിരുന്ന ഗ്ലോബൽ വില്ലേജിന്റെ പ്രവർത്തനം അധികൃതർ ഏപ്രിലിലേക്ക് മാറ്റുകയായിരുന്നു. ലോക സംസ്കാരങ്ങളെ പരിചയപ്പെടുത്തുന്നതിനു പുറമെ ഉൽപ്പന്നങ്ങളുടെയും ഭക്ഷ്യവിഭവങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും ഒട്ടേറെ പേരെയാണ് ആകർഷിച്ചത്. പാരമ്പര്യ കലാപ്രദർശനങ്ങൾ സൗജന്യമായി ആസ്വദിക്കുവാനുള്ള സൗകര്യവും നിർമ്മാണശാലകളിൽ നിന്നെത്തിയ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ കുറഞ്ഞ വിലക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതുമായിരുന്നു സന്ദർശകരെ ധാരാളമായി വില്ലേജിലേക്ക് ആകർഷിച്ചത്. ഗ്ലോബൽ വില്ലേജ് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളതിനാൽ പല രാജ്യങ്ങളുടെ പവലിയനുകളിലും ഉൽപ്പന്നങ്ങൾക്ക് സൗജന്യ നിരക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. UAE കൂടാതെ ചൈന, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പവലിയനുകളിൽ പാരമ്പര്യ കലാപ്രവർത്തകരും കരകൗശല കായികാഭ്യാസ വിദഗ്ധരും ഒരുക്കുന്ന പ്രദർശനങ്ങൾ സന്ദർശകരെ ഏറെ ആകർഷിക്കുന്നതാണ്. ഓരോ നാടുകളിൽ നിന്നുള്ള കരകൗശല വസ്തുക്കളും കുടിൽ വ്യവസായ ഉൽപ്പന്നങ്ങളും ധാരാളമായി ഇവിടെ സ്റ്റാളുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യൻ പവലിയനിൽ കാശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹൈദരാബാദ് തുടങ്ങിയിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും കുടിൽ വ്യവസായ ഉൽപ്പന്നങ്ങൾ എത്തിയത്. രാജസ്ഥാൻ, കാശ്മീർ ഗ്രാമങ്ങളിലെ കുടിലുകളിൽ നെയ്തെടുക്കുന്ന കോട്ടൺ, സിൽക്ക് വസ്ത്രങ്ങൾ, ബെഡ്ഷീറ്റുകൾ തുടങ്ങിയവയ്ക്ക് ഇവിടെ പ്രത്യേകം ആവശ്യക്കാരുണ്ടെന്നതും ശ്രദ്ധേയമാണ്. വെള്ളിയാഴ്ച ഗ്ലോബൽ വില്ലേജ് അവസാനിക്കുമ്പോൾ മാസങ്ങളോളം ആയിരങ്ങളെ ആകർഷിച്ച ഉത്സവത്തിനാണ് തിരശ്ശീല വീഴുന്നത്. മീഡിയ 1, ദുബായ്. അറേബ്യൻ മണലാരണ്യത്തിൽ കാണുന്ന അപൂർവ ഇനം രാത്രിജീവികളെ അടുത്തറിയാൻ ദുബൈയിൽ അവസരമൊരുങ്ങി. അറേബ്യൻ തവള മുതൽ മുള്ളൻ പന്നി വരെയുള്ള ജീവികളുടെ സ്ഥിരം പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ദുബായ് മാളിലെ അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂവിലാണ്. ഇതിന്റെ ഭാഗമായി UAEയിലെ പർവ്വതനിരകൾ, മണൽക്കൂനകൾ എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ജീവികളെ ഇവിടെ ചില്ലുകൂടുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മണലാരണ്യത്തിന്റെ ആവാസ വ്യവസ്ഥ അതേപടി പുനഃസൃഷ്ടിച്ചാണ് ഇവയെ സംരക്ഷിച്ചിരിക്കുന്നത്. മണൽത്തട്ടും ഉരുളൻ കല്ലുകളും ചെടികളും അടങ്ങുന്ന അന്തരീക്ഷം സ്വാഭാവിക ജീവിതം നയിക്കാൻ ജീവികളെ സഹായിക്കുന്നു. രാത്രി ജീവിതത്തിന് അനുയോജ്യമായ പ്രകാശ ക്രമീകരണവും ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഓന്ത്, പല്ലി, അരണ, തേൾ, ചിലന്തി, മൂങ്ങ, വവ്വാൽ എന്നിവയുടെ അപൂർവ ഇനങ്ങൾ സന്ദർശകരെ ആകർഷിക്കും.
അറേബ്യൻ മരുഭൂമികളിലെ രാത്രിജീവിതം വ്യക്തമാക്കുന്ന പ്രത്യേക ചിത്രീകരണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മണലാരണ്യത്തിന് മുകളിൽ സ്ഥാപിച്ച ബിദൂനി ടെന്റും തീ കായാനുള്ള സംവിധാനങ്ങളും ആകർഷകമാണ്. സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങൾ LED ബൾബുകളുടെ സഹായത്തോടെയാണ് ദൃശ്യമാക്കിയിരിക്കുന്നത്. രാത്രിയാകുമ്പോൾ നക്ഷത്രങ്ങളും പ്രത്യക്ഷപ്പെടും. UAEയുടെ ജൈവ വൈവിധ്യത്തെയും വന്യജീവി സമ്പത്തിനെയും കുറിച്ച് വിശദമായി മനസ്സിലാക്കാനുള്ള അവസരമാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് അക്വേറിയം നടത്തിപ്പിന്റെ ചുമതലയുള്ള ഇമാർ റീറ്റെയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മായിത്ത അൽ ദുസരി പറഞ്ഞു. സന്ദർശകർക്ക് പുത്തൻ അനുഭവങ്ങൾ നൽകാനാണ് ഇമാർ ലക്ഷ്യമിടുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. മീഡിയ 1 ദുബൈ. കുവൈറ്റ് സെന്റ് ബേസിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവകയുടെ ആദ്യ ഫലപ്പെരുന്നാൾ തൈബൂസോ ഈ മാസം 25-ന് റിഗായ് ജൗഹറ അൽ അഹ്ലിയ സ്കൂളിൽ നടക്കുമെന്ന് ഇടവക നേതൃത്വം അറിയിച്ചു. കാലത്ത് 7 മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടിയാണ് പരിപാടികൾ ആരംഭിക്കുക. പുനലൂർ യൂഹാനോൻ മാർ തിയോദോറോസ് മെത്രാപ്പോലിത്തയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പൊതുസമ്മേളനം ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ദക്ഷിണാഫ്രിക്കൻ സ്ഥാനപതി ഫാദർ ബെഞ്ചമിൻ തോമസ് എന്നിവർ സംബന്ധിക്കും. കേരളത്തിൽ നിന്നെത്തുന്ന പ്രശസ്ത ഗായകർ അണിനിരക്കുന്ന സംഗീത പരിപാടിയും വിവിധ കലാപരിപാടികളും ഉണ്ടാകും. ആക്ടിംഗ് വികാരി ഫാദർ എബ്രഹാം മത്തായി, ഇടവക സെക്രട്ടറി ബിനു ചെമ്പാലയം, ഭാരവാഹികളായ ബിജു തോമസ്, അലക്സ് മാത്യു, രാജീവ് വഞ്ചിപ്പാലം, തോമസ് കോശി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവാസികളുടെ പ്രത്യാശയും പ്രതീക്ഷയും എന്ന വിഷയത്തിൽ മാനവീയം ജിദ്ദ കമ്മിറ്റി ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. ഷറഫിയിൽ നടന്ന പരിപാടി BR രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രവാസികളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെങ്കിൽ മുഖ്യധാരാ പാർട്ടികൾക്കെതിരെ ശക്തമായ ബദൽ ഉയർന്നു വരേണ്ടതുണ്ടെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. പ്രൊഫസർ റൈനോൾഡ്, പ്രൊഫസർ ശ്രീരാം കുമാർ, മെഹബൂബ് അലി, ഗോപി നെടുങ്ങാടി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഉമർ അബൂബക്കർ ചർച്ച നിയന്ത്രിച്ചു. പ്രവാസി സാംസ്കാരിക വേദി ജിദ്ദയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് വാണിയമ്പലം ടെലിഫോൺ വഴി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന വർഗത്തിന്റെ അവകാശങ്ങളെ നിഷേധിച്ച് വെറും കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ബദലായി നിലകൊള്ളുന്ന വെൽഫെയർ പാർട്ടിയെ ജനങ്ങൾ സ്വീകരിച്ചതായി അദ്ദേഹം പറഞ്ഞു. പ്രൊഫസർ റൈനോൾഡ്, ഇസ്മായിൽ കല്ലായി, ശ്യാം ഗോവിന്ദ്, അലവിക്കുട്ടി എന്നിവർ സംസാരിച്ചു. കണ്ണൂർ പയ്യന്നൂർ സ്വദേശി നരമ്പിൽ വീട്ടിൽ ജയേഷിനെ ഷാർജയിലെ വ്യവസായ മേഖല 10-ലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ഷാർജയിലെ TSSC ജീവനക്കാരനായിരുന്നു. ഭാര്യയും ഒരു കുട്ടിയുമുണ്ട്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ദുബൈയിൽ മരിച്ച തിരുവനന്തപുരം അറയൂർ സ്വദേശി സുമേഷിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. ചൊവ്വാഴ്ച 3:20 എമിറേറ്റ്സ് വിമാനത്തിലാണ് മൃതദേഹം കൊണ്ടുപോയത്. ദുബൈയിൽ കമ്പനി ജീവനക്കാരനായിരുന്നു. ഹൃദയാഘാതം മൂലം ഷാർജയിൽ മരിച്ച തലശ്ശേരി അഴിയൂർ സ്വദേശി ഷംസീർ അലിയുടെ മൃതദേഹം ദുബൈയിൽ ഖബറടക്കി. പരേതനായ അക്ബർ അലിയുടെയും ഫാത്തിമയുടെയും മകനാണ്. ഭാര്യ റിസ്വാന, മക്കൾ ആയിഷ, സിയ, മുഹമ്മദ് സായിദ്. ഷാർജയിലെ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു. മസ്കത്ത് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ മുതൽ 2 ദിവസം ജലവിതരണം തടസ്സപ്പെടും. അമീറാത്ത്, മത്ര, ബോഷർ, മസ്കത്ത് എന്നീ വിലായത്തുകളിലാണ് ജലവിതരണം നിലയ്ക്കുക. ജലവിതരണ ശൃംഖലയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതാണ് ഇതിന് കാരണം. പ്രദേശവാസികൾ മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. വിഷൻ ക്രിക്കറ്റ് ക്ലബ്ബ് കുവൈറ്റ് സംഘടിപ്പിച്ച 2020 ടൂർണമെന്റിൽ റോയൽ മാസ്റ്റേഴ്സ് ക്ലബ്ബ് വിജയികളായി. വെള്ളിയാഴ്ച അബു ഖലീഫ ഗ്രൗണ്ടിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ യുണൈറ്റഡ് ക്രിക്കറ്റ് ക്ലബ്ബിനെയാണ് തോൽപ്പിച്ചത്. 6 ടീമുകളുമായി കഴിഞ്ഞ ഫെബ്രുവരി 4-നാണ് മത്സരം ആരംഭിച്ചത്. വിജയികൾക്ക് വിഷൻ ഇന്റർനാഷണൽ കമ്പനി ചെയർമാൻ എഞ്ചിനീയർ ഈദ് അൽ അദ്വാനി ട്രോഫി വിതരണം ചെയ്തു. ഷാദി ഹുസൈൻ, സർഫിൻ, നെൽസൺ, പ്രദീപ് കൃഷ്ണൻകുട്ടി, അനിൽ പി അലക്സ് എന്നിവർ പങ്കെടുത്തു. കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ അബ്ബാസിയിൽ പ്രവർത്തിക്കുന്ന അൽ മദ്രസത്തുൽ ഇസ്ലാമിയ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മദ്രസ ഫെസ്റ്റ് എന്ന പേരിലായിരുന്നു പരിപാടി. മദ്രസ വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ ആഘോഷത്തിന് പൊലിമയേകി. റിഗൈ അൽ ജൗഹറ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷ പരിപാടിയിൽ മലയാളം, ഇംഗ്ലീഷ്, അറബി പ്രസംഗം, ഗാനം, സംഘനൃത്തം, മോണോ ആക്ട്, ഒപ്പന, ദഫ്മുട്ട്, കോൽക്കളി, വട്ടപ്പാട്ട്, സ്കിറ്റ് തുടങ്ങിയവ അരങ്ങേറി. പരിപാടികൾ അവതരിപ്പിച്ചവർക്കും അർദ്ധവാർഷിക പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കും ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് സത്താർ കുന്നിൽ അധ്യക്ഷനായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് കൺവീനർ ഫൈസൽ മഞ്ചേരി, പ്രിൻസിപ്പൽ സിദ്ദീഖ് ഹസൻ, സാൽമിയ മദ്രസ പ്രിൻസിപ്പൽ അബ്ദുൽ ജലീൽ എന്നിവർ സംസാരിച്ചു. PP അബ്ദുറസാഖ്, KV മുജീബുള്ള, ആയിഷ മുഹമ്മദ്, അബ്ദുൽ അസീസ്, ഹിഷാം, മനാഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. PTA സെക്രട്ടറി യാസർ കരിങ്കല്ലത്താനി സ്വാഗതവും KAG അബ്ബാസിയ ഏരിയ പ്രസിഡന്റ് മുനീർ മട്ടത്തിൽ നന്ദിയും പറഞ്ഞു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ഖത്തറിലും വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ആന്റി സ്മോക്കിംഗ് സൊസൈറ്റി, മീഡിയ പ്ലസ്, നസീം, അൽ റബീഹ് മെഡിക്കൽ ഗ്രൂപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ബോധവൽക്കരണ പരിപാടി ഡോക്ടർ ലിനസ് പോൾ ഉദ്ഘാടനം ചെയ്തു. ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപക ദിനമായ ഏപ്രിൽ 7-നാണ് ലോകമെമ്പാടും ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. സിജി ഖത്തർ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ MP ഷാഫി ഹാജി,
മീഡിയ പ്ലസ് CEO അമാനുള്ള വടക്കാങ്ങര, മുഹമ്മദ് ആരിഫ്, അബ്രഹാം കൊലമന എന്നിവർ സംസാരിച്ചു. സൗദി അറേബ്യയിൽ വിദേശികളുടെ ആശ്രിത വിസയിലുള്ള വിദേശി വനിതകൾക്കും വിരലടയാളം ഉൾപ്പെടെയുള്ള ജൈവ വിവര റെക്കോർഡ് നിർബന്ധമാക്കി. ഇഖാമ എടുക്കൽ, പുതുക്കൽ തുടങ്ങിയ റെസിഡന്റ് പെർമിറ്റുമായി ബന്ധപ്പെട്ട നടപടികൾക്കും റീ എൻട്രി, എക്സിറ്റ് തുടങ്ങിയ യാത്രാരേഖകൾക്കും വിരലടയാളം നിർബന്ധമാണെന്ന് സൗദി പാസ്പോർട്ട്സ് വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ സുലൈമാൻ അൽ യഹിയ പറഞ്ഞു. ഏപ്രിൽ 20 മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിയമം തുടക്കത്തിൽ ഇഖാമ എടുക്കുന്നതിനും എക്സിറ്റ് അടിക്കുന്നതിനുമാണ് നടപ്പാക്കുക. വൈകാതെ യാത്രാരേഖകൾക്കും ഇത് നിർബന്ധമാക്കും. ഇതോടെ അവധിക്ക് പോയി വരുന്ന സ്ത്രീകൾക്കുൾപ്പെടെ വിരലടയാളം നിർബന്ധമാകും. ആശ്രിത വിസയിലുള്ള സ്ത്രീകൾക്കും 18 വയസ്സിന് മുകളിലുള്ള മക്കൾക്കും നിയമം ബാധകമാണെന്ന് ജവാസാത്ത് വൃത്തങ്ങൾ വിശദീകരിച്ചു. വിദേശി സ്ത്രീകളുടെ വിരലടയാളം ഉൾപ്പെടുന്ന ജൈവ വിവരങ്ങൾ രേഖപ്പെടുത്തി ജവാസാത്തിന്റെ ഇലക്ട്രോണിക് സംവിധാനത്തിൽ ഉൾപ്പെടുത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിരുന്നെങ്കിലും നിയമം മൂലം നിർബന്ധമാക്കിയിരുന്നില്ല. ഐച്ഛികമായി നിലനിന്നിരുന്ന നടപടി ഏപ്രിൽ 20 മുതൽ നിർബന്ധമായി തീരും. ആദ്യഘട്ടത്തിൽ പുരുഷന്മാരുടെയും അടുത്ത ഘട്ടത്തിൽ സ്ത്രീകളുടെയും വിരലടയാളം ഉൾപ്പെടുന്ന ജൈവരേഖകൾ ഇലക്ട്രോണിക് സംവിധാനത്തിൽ ഉൾപ്പെടുത്താനാണ് ജവാസാത്ത് വൃത്തങ്ങൾ പദ്ധതിയിട്ടിരുന്നത്. സ്വദേശികളുടെ ജൈവ വിവരങ്ങൾ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് മുമ്പേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ സൗദിയിലുള്ള സ്വദേശികളും വിദേശികളുമായ സ്ത്രീ പുരുഷന്മാരുടെ ജൈവരേഖകൾ ഇതോടെ പൂർണ്ണമായി തീരും. സ്വദേശികളുടെയും വിദേശികളുടെയും പൗരാവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടാനും ജൈവ വിവരങ്ങൾ അനിവാര്യമാണെന്ന് ജവാസാത്ത് മേധാവി പറഞ്ഞു. രാജ്യത്തെ വിമാനത്താവളങ്ങളിലും കടൽ മാർഗമുള്ള തുറമുഖങ്ങളിലും സ്ത്രീകളുടെ വിരലടയാളവും മറ്റ് ജൈവ വിവരങ്ങളും രേഖപ്പെടുത്താൻ സ്ത്രീ ജോലിക്കാരുള്ള പ്രത്യേക കൗണ്ടറുകൾ ഉടൻ തുറക്കുമെന്നും സുലൈമാൻ അൽ യഹിയ കൂട്ടിച്ചേർത്തു. മീഡിയ 1 റിയാദ്. ഒമാനിലെ സലാലക്കടുത്ത് മസ്യൂനയിൽ വാഹനാപകടത്തിൽ 6 പേർ മരിച്ചു. പരസ്പരം കൂട്ടിയിടിച്ച വാഹനങ്ങൾ കത്തിയമരുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട ഒരു വാഹനത്തിലുണ്ടായിരുന്നു സ്വദേശി കുടുംബമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ തുമ്രൈത്ത് ആശുപത്രിയിലാണുള്ളത്. വിവരങ്ങളുമായി സലാഹുദ്ദീൻ ചേരുന്നു സലാലയിൽ നിന്ന്. സലാഹുദ്ദീൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? മരിച്ചവരിൽ ഇന്ത്യക്കാരോ മലയാളികളോ ഉൾപ്പെട്ടിട്ടുണ്ടോ? അജിംസ്, നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ അപകടത്തിൽ 9 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒരു ഇന്ത്യൻ കുടുംബവും പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ കുടുംബത്തിലെ 5 പേരാണ് മരിച്ചിരിക്കുന്നത്. കൂടാതെ 4 സ്വദേശികളും മരണപ്പെട്ടിട്ടുണ്ട്. സലാല സർവീസസ് കമ്പനിയിലെ അബ്ദുൽ വഹാബ്, അബ്ദുൾ റസാഖും കുടുംബവുമാണ് മരണപ്പെട്ടതാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മൃതദേഹങ്ങൾ ഇപ്പോൾ തുമ്രൈത്ത് ആശുപത്രിയിലാണ് ഉള്ളത്. പരസ്പരം കൂട്ടിയിടിച്ച വാഹനങ്ങൾ കത്തിയമരുകയായിരുന്നെന്ന് ദൃക്സാക്ഷിയായ നൌഷാദ് മീഡിയ വണ്ണോട് പറഞ്ഞു. അതുപോലെ തന്നെ തുമ്രൈത്ത് ഇന്ത്യൻ സോഷ്യൽ അസോസിയേഷൻ പ്രവർത്തകർ ഇപ്പോഴും ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിവരങ്ങൾ നൽകിയത് സലാഹുദ്ദീൻ സലാലയിൽ നിന്നും.